മുന്നിൽ കാണുന്ന ഈ ഒരു സംഭവം കേട്ടോ നമ്മുടെ ഫെറി. താഴെ കണ്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. വണ്ടികൾ ഓരോന്നായിട്ട് പുറത്തിറങ്ങി പോകുന്നുണ്ട്. ആദ്യം കയറിയ വണ്ടികളൊക്കെ ആദ്യം തന്നെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഗാഡി മിലേക്ക ബസ് മിലേക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ നോക്കട്ടെ. നല്ല വെയിലാണ് കേട്ടോ, പക്ഷെ ചൂട് കാര്യങ്ങളൊന്നുമില്ല. ബസ്സിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ സത്യം പറയാൻ എനിക്കറിയില്ല. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഫെറി യാത്രയാണ്. കുവൈറ്റിലെ മെയിൻലാൻഡിൽ നിന്നും ഏകദേശം 25 കിലോമീറ്ററോളം കടലിലൂടെ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന അതിമനോഹരമായ ഒരു ഭൂപ്രദേശം. കുവൈറ്റിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഈ ഒരു ദ്വീപിലേക്കുള്ള യാത്രയും അതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഒരു എപ്പിസോഡിൽ. സമയം പുലർച്ചെ 5:30 മണിയായിട്ടോ. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ നമ്മൾ ഫൈലക്ക ദ്വീപിലേക്ക് പോകാനായിട്ട് ഷിപ്പിന് പോയി. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നോക്കിയ സമയത്ത് രാവിലെ 9 മണിക്ക് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 8:30 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി. പക്ഷേ അപ്പോഴത്തേക്ക് ഷിപ്പ് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അത് എന്തോ ഈ വേലിയിറക്കത്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഇഷ്യൂ കാരണം ചില സമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. 5:30 മണിക്ക് ഷിപ്പ് യാർഡിലെത്താനായിട്ട് പറഞ്ഞത് നമ്മളോട്. അതുപോലെ തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ ഒരു സുഹൃത്തും വൈഫിൻ്റെ സുഹൃത്തും അവരുടെ ഫാമിലിയും പിന്നെ മോളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഷിപ്പ് യാർഡിലേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ നമ്മളിവിടെ ഷിപ്പ് യാർഡിലെത്തി ഇതൊക്കെ കണ്ടോ. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഈ സംഭവങ്ങളാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഷിപ്പ് പുറപ്പെടുന്നത് കേട്ടോ. സാൽമിയയിൽ ഈ ഒരു സ്ഥലം നമ്മൾ ഇതിന് മുമ്പേ കുറേ വീഡിയോയിലൊക്കെ കാണിച്ചതാണ്. 5:30 മണിക്ക് ഇവിടെ എത്താനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി. മുന്നിൽ കാണുന്ന ഈ ഒരു സംഭവം കേട്ടോ നമ്മുടെ ഫെറി. ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫെറിയിലേക്ക് കയറാനായിട്ട് പോവാണ്. നമ്മുടെ കാറ് കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല. വണ്ടിയുടെ ദഫ്തർ, അതായത് വണ്ടിയുടെ പേപ്പർ കമ്പനിയുടെ പേരിലായതുകൊണ്ട് നമുക്ക് അതുമാത്രം കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല. എന്തായാലും നമ്മൾ ഷിപ്പിലേക്ക് കയറുന്നു കേട്ടോ. പിന്നെ ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പിനായിട്ട് നമുക്ക് ഫെറിയുടെ ടിക്കറ്റ് വരുന്നത് 10 ദിനാറാണ് അഡൾട്ടിന്. കുട്ടികൾക്ക് 5 ദിനാറാണ് വരുന്നത്. ഇത് സാൽമിയയിലെ മെറീന ബീച്ച് ഏരിയയിൽ നിന്ന് ഇക്കാറസിൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഷിപ്പ് യാർഡ് ഉള്ളത്. ഇവിടെ നിന്നാണ് ഫെറി പുറപ്പെടുന്നത് കേട്ടോ. നമ്മൾ ഫെറീൻ്റെ മേളിലേക്ക് കയറാനായിട്ട് പോകണേ. താഴെ കണ്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടി കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇതാണ് ഇവിടുന്ന് കയറി വരുമ്പോഴുള്ളൊരു വ്യൂ കേട്ടോ. ഏറ്റവും ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയില്ല. അടിപൊളി വ്യൂ കേട്ടോ, അടിപൊളി. നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറി നോക്കാം. അവിടെ കയറാൻ പറ്റും തോന്നുന്നു. അതിവിശാലമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നൊരു വ്യൂ. നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ പറ്റുമെന്നറിയില്ല. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നറിയില്ല. കയറി നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. എന്തായാലും ഷിപ്പ് ഇപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെയുണ്ട് അതുപോലുള്ള ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ. ഏറ്റവും ടോപ്പിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ. ക്യാപ്റ്റൻ്റെ റൂം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഉള്ളിലേക്ക് इधर जा सकता है ना? जाके ഓക്കെ. ഇവിടെ ഇതിനകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ്റെ പെർമിഷൻ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫെറി പുറപ്പെട്ടു കേട്ടോ.
ഇനി എങ്ങോട്ട് രണ്ട് വാക്ക് പറയാൻ പറ്റുമോ? ഇങ്ങോട്ട് പറഞ്ഞോ. ഈ യാത്രയിലെ എക്സൈറ്റ്മെന്റിലാണ്. ഇന്ന് ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫെറിയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും അവളുടെ ഹസ്ബൻഡും എൻ്റെ ഫ്രണ്ടും എൻ്റെ മോളും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഞങ്ങളെല്ലാം ഒരു വൺ ഡേ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എവിടേക്ക്? ഫൈലക്ക ദ്വീപ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലേറ്റായെങ്കിലും ഫെറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ട് ഫൈലക്ക ദ്വീപിലേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി മൂവ് ചെയ്തു. സാൽമിയ സിറ്റി ആട്ടോ ഈ കാണുന്നതൊക്കെ. നമ്മുടെ ബോട്ടല്ല ഫെറി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറായി. 1 മണിക്കൂർ ചുമ്മാ അത് കണ്ടോ, കടലിലൂടെ നമ്മളിങ്ങനെ ചുമ്മാ കറങ്ങി പോവാണ്. ചുമ്മാ അല്ല, ഒന്നും പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. നമ്മൾ നേരത്തെ തുടക്കത്തിൽ കാണിച്ച അതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാണ്. പൊതുവെ ആളുകൾ കുറവാട്ടോ. ഇന്ന് കുറച്ച് പേരുള്ളൂ, ഒരു 10-50 പേരുള്ളൂ ഫെറിയിലാകെ കൂടെ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നു, സംസാരിച്ചിരിക്കുന്നു. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മളിവിടെ ഫൈലക്ക ദ്വീപിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫെറി അവിടെ തൊട്ടടുത്തേക്ക് കരയിലേക്ക് അടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വണ്ടികളൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിൽ പോവും. നമ്മൾ നേരത്തെ കയറി വന്ന പോലെ തന്നെ നമ്മൾ ഇറങ്ങും. എന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. ഓക്കെ, വണ്ടികൾ ഓരോന്നായിട്ട് പുറത്തിറങ്ങി പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പതുക്കെ പുറത്തിറങ്ങാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. മാക്സിമം കാഴ്ചകളൊക്കെ നമുക്ക് നടന്ന് ചുറ്റി കാണേണ്ടി വരും. കാരണം നമുക്ക് വണ്ടി എടുത്ത് കാർ എടുക്കാൻ പറ്റിയില്ലല്ലോ. ആദ്യം കയറിയ വണ്ടികളൊക്കെ ആദ്യം തന്നെ ഇറങ്ങുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. എല്ലാം എടുത്തോ? പിടിച്ചില്ല. കെനെ ഇവിടുന്ന് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തു. ഇനി ഫ്രണ്ടിലേക്ക് നമ്മൾ ഇറങ്ങി പോവാണ്. അതുപോലെ തന്നെ നമ്മളെ കൂടെയുള്ളവരൊന്നും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. വഴിയെ പരിചയപ്പെടാം. ഒന്നാമത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പിന്നെ ഏകദേശം ഇപ്പം 10 മണിയായി. എന്തായാലും അവിടെ ഇറങ്ങി ചെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കി നോക്കാം. ഓക്കെ, വണ്ടികളെല്ലാം ഒഴിഞ്ഞപ്പോൾ കാലിയായി കേട്ടോ. ഫെറിയുടെ 2 സൈഡും അവിടെ ഫ്രണ്ടിൽ കാണുന്ന അതേ സംഭവം തന്നെയാണ് ഇവിടെയും. 2 സൈഡും ഒരേപോലെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വണ്ടികൾ കയറ്റാനും ഇറക്കാനും ഒക്കെ നല്ല സുഖമാണ്. നമ്മളിപ്പം ഫൈലക്ക ദ്വീപിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് പോകുന്നു. കാലെടുത്ത് വെച്ചു. എന്താണ് നമ്മൾ വന്ന് ഇറങ്ങിയ ആ സമയത്ത് കാണുന്ന കാഴ്ചകൾ കേട്ടോ. നമ്മൾ ബിരിയാണി എടുത്തല്ലോ അല്ലേ? Come on.
കുടിക്കോ? കുഞ്ഞ് ഭയങ്കര ഉഷാറാട്ടോ, കുഞ്ഞ് ഭയങ്കര ആക്റ്റീവാണ്. നമുക്ക് തിരിച്ചു പോകാനുള്ള ഫെറി 8 മണി, രാത്രി 8 മണിക്ക്. 10 മണിയാകുമ്പോൾ നമ്മൾ സാൽമയിൽ തിരിച്ചെത്തും. ഇവിടെ ഗാഡി മിലേക്ക, ബസ് മിലേക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ നോക്കട്ടെ. നല്ല വെയിലാണ് കേട്ടോ, പക്ഷെ ചൂട് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വെയിലാണ്. ചൂടില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ബാങ്ക് ഉണ്ട് കേട്ടോ അവിടെ, ATM ഒക്കെ ഉണ്ട്. ബുർഗാൻ ബാങ്ക്. എന്നാലും ഞാനങ്ങനെ ഈ കാണുന്ന എന്താ പറയുക, ഫസ്റ്റ് ഇമ്പ്രഷൻ ഈ കാഴ്ചകളൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് വണ്ടി. ഇതിൽ നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. കയറാൻ സാധിക്കും. കയറ് കയറ് പിന്നെ കയറ് കയറ്. കമാൺ കമാൺ, ഇങ്ങോട്ട് വാ. ബസ്സിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ സത്യം പറയാൻ വെച്ചാൽ എനിക്കറിയില്ല. ഇവിടെ ഇരുന്നോ ഞാൻ. ഇഷ്ടംപോലെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാണുന്നത്. റിസോർട്ടുകൾ, ഹോട്ടലുകൾ. My line because I want to do നമ്മൾ ബസ് ഇറങ്ങിയ ഉടനെ ഇവിടെ ഇതുണ്ടോ, ഇതുപോലത്തെ ഒരു സൗകര്യം ഇവിടെ ഈ കറൻസിൻ്റെ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഉള്ളതാണ് ഈ ഒരു ലോഞ്ച് പോലത്തെ ഒരു സംഭവം. ഇവിടെ റിസപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ടിക്കറ്റിൻ്റെ കോപ്പി ഇവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരിക്കാം. ഇത് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാം. ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം, ജസ്റ്റ് റെസ്റ്റ് ചെയ്യാം. അടിപൊളി AC സെറ്റപ്പൊക്കെ ഉള്ള ഒരു അടിപൊളി ലോഞ്ചാണ് കേട്ടോ. ബാത്റൂം, ടോയ്ലറ്റ്, എല്ലാ സൗകര്യവും ഉണ്ട്. അടിപൊളി ഒരു പ്ലേസാണ് കേട്ടോ. ദ്വീപിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചർ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒത്തിരി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നല്ല വ്യക്തമായിട്ട്. ചെറിയൊരു പത്തേമാരിൻ്റെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ATM സൗകര്യം ഉണ്ട് കേട്ടോ. ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ കണ്ടോ, ATM, ബുർഗാൻ ബാങ്കിൻ്റെ ATM ഇവിടെ ഉണ്ട്. നമുക്ക് ക്യാഷൊക്കെ ഇവിടെ നിന്ന് എടുക്കാം അത്യാവശ്യങ്ങൾക്ക്. പിന്നെ റിസോർട്ടിലും കാര്യങ്ങളൊക്കെ ആസ് ഇറ്റ് ഈസ് നമുക്ക് എന്താ പറയുക, കാർഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. മൊത്തത്തിൽ എന്താ പറയുക, വിൻ്റർ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്താൽ അവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കയറിയ ബസ് ഉണ്ടല്ലോ, ആ ബസ് നമ്മളെ അവരവിടെ കൊണ്ടുവന്ന് ഇറക്കി. ആ റെസ്റ്റിംഗ് പ്ലേസ് ഇതാ ബാക്കിൽ കാണുന്ന ഈ ഒരു റെസ്റ്റിംഗ് പ്ലേസിൽ നമ്മൾ കൊണ്ടുവന്നു. ഇവിടുന്ന് ഇവിടെ ചെറിയ ഇതുണ്ടോ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. ഇവിടെ ഒരു മിനി മാർക്കറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 3 ദിനാർ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ ഈ ദ്വീപ് മൊത്തം ചുറ്റിക്കറങ്ങി 45 മിനിറ്റ് കൊണ്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ച് തന്നിട്ട് തിരിച്ച് അവർ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾ ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മൾ വന്നാലേ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കറങ്ങി മൊത്തം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കണം. നമ്മൾ ഈ ബീച്ച് എയർ അതുപോലെ തന്നെ എനിക്ക് തരാം. നമ്മൾ ബീച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബീച്ച് എയർ അതുപോലെ ടെൻറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കണം. അതിന് മുമ്പേ നമുക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ കാണുന്നു. ഓക്കെ, ഇവിടെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുന്നത്. പണ്ടത്തെ ഒരു ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടില്ലേ, എന്താണ് മുള വെച്ച് പണിത റൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള പഴയ ആ ഒരു എന്താ പറയുക, പഴമ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ആളുകൾക്ക് താമസിക്കാനായിട്ട് കൊടുക്കുന്ന റിസോർട്ട് പോലെയുള്ള ഹോം സ്റ്റേ പോലുള്ള സംഭവങ്ങളാണ് എന്നാണ് തോന്നുന്നത് കേട്ടോ. ഹെറിറ്റേജ് ഹൗസ് ഉണ്ടോ, ഇവിടെ എല്ലാ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളാണ്. നമുക്കിത് ഇവിടെയൊക്കെ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ വന്ന് 1 ദിവസമോ 2 ദിവസമൊക്കെ താമസിക്കാം. ഇപ്പോൾ ഇവിടെ സെപ്റ്റംബർ ഒക്ടോബർ സമയമാണ്. അപ്പോൾ അടുത്ത മാസം മുതൽ നവംബർ മുതൽ
വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒത്തിരി ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ, മ്യൂസിയം ഓഫ് ഷെയ്ഖ് അബ്ദുള്ള അൽ സലാം പാലസ്. പക്ഷെ ഇത് ഓപ്പൺ അല്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെന്താണ് നേരത്തെ നമ്മൾ കണ്ടതുപോലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഹെറിറ്റേജ് വില്ലേജ് അങ്ങനെ തന്നെ പറയാം. ഇവിടെ അപ്പുറത്ത് കണ്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള കോട്ട് കാര്യങ്ങൾ, കോഫി ഷോപ്പുകൾ, മോഡേൺ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. പക്ക ഹെറിറ്റേജ് പഴയ ആ ഒരു പഴമയെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പഴയ ആ ഒരു സംഭവങ്ങളൊക്കെ നിലനിർത്തി അങ്ങനെയുള്ള കാര്യങ്ങളും. എന്തായാലും നമ്മൾ ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കണ്ടെത്തിയിട്ടില്ല. ഒന്നുകൂടെ ഒന്ന് കറങ്ങി നോക്കട്ടെ. ഇതുണ്ടോ ഇവിടെയൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളാണ്. ഒരു ചെയർ ഇട്ടിരിക്കുന്നുണ്ടോ, പഴയൊരു തടിയിൽ അതിന് റൂഫ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ 4 പേർക്ക് 5 പേർക്കൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഇതുപോലത്തെ സംഭവങ്ങൾ. അടിപൊളിയാണ് കേട്ടോ. അതായത് നമ്മൾ ഇവിടെ ഒരു ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. മെയിൻലാൻഡിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് തന്നെ പറയാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമുക്കാണോ? ആ വീട്ടിൽ മേടിക്കാം. ഇതിനകത്തും ചെയർ കാര്യങ്ങൾ, സോഫ, ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റാന്തൽ വിളക്ക് നോക്കിയിട്ടിരിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? അതായത് ഈവനിങ് സമയത്തൊക്കെ വന്ന് ചില്ലാവാൻ പറ്റിയ, ചില്ലാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുവൈറ്റ് ആയതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഫുഡ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ബീച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കാം. ഇവിടെ ഒരു ലവ് ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അടിപൊളി കേട്ടോ കാണാനായിട്ട്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ്. അതുപോലത്തെ ടെൻറ്റുകൾ ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ. 1 2 അവിടെ 2 3 4 5 ടെൻറ്റുകളുണ്ട് മൊത്തം. ആട്ടണോ? നമുക്കെന്തായാലും നേരെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഒരു മിനി സൂപ്പർ മാർക്കറ്റ്, മിനി മാർക്കറ്റ് കണ്ടോ. ഇതിനകത്ത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഇത് കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു മലയാളി ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് പരിചയപ്പെടാം. ഇവിടെ കയറി വരുമ്പോൾ ഉണ്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് സൂപ്പർ മാർക്കറ്റ്. ക്യാമറ പ്രശ്നമില്ലല്ലോ? നമസ്കാരം. നല്ല വിശേഷം. ഞാൻ രാമനായിട്ട് വരാം. പേരാമ്പ്ര. തൊട്ടടുത്ത് തന്നെ ഉള്ള. ഇവിടെ കുറച്ച് നാളായോ? 2 വർഷം. അങ്ങനെ അടിപൊളിയായിട്ട് പോകണം. തിരക്കുണ്ടാവലുണ്ടോ? വീക്കെൻഡിൽ അങ്ങോട്ട് വരല്ലേ? മെയിൻലാൻഡിൽ വരല്ലേ? ഉണ്ടോ? എവിടെ താമസിക്കാറ്? സാൽമേൽ. ഞങ്ങൾ സാൽമേൽ താമസിക്കും. ഓക്കെ, പരിചയപ്പെട്ട സന്തോഷം. ഷൂട്ട് ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് മിനി സൂപ്പർ മാർക്കറ്റ്. ഇതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നുള്ളത് ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ. നമുക്കിവിടെ നേരത്തെ നമ്മൾ അവിടെ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവിടെ ഒരു സിംഗിൾ ബെഡ്റൂം വില്ലയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചണും വിത്തൗട്ട് കിച്ചണും രണ്ടുമുള്ള ടൈപ്പ് ഉണ്ട്. അപ്പം നമുക്ക് കുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. വെജിറ്റബിൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കാണുന്നില്ല കേട്ടോ. വെജിറ്റബിൾ, ചിക്കൻ, അങ്ങനെയുള്ള ഫിഷ്, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കാണുന്നില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഐസ്ക്രീം. ഇവിടെ നമ്മൾ വെജിറ്റബിൾ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഓരോ മാംഗോ ജ്യൂസ് മേടിച്ചു. എന്തായാലും വന്നതല്ലേ. വേറെ എന്തെങ്കിലും വേണോ? വേറെ നമുക്ക് ഒന്നും വേണ്ട. ബിരിയാണി ഉണ്ടല്ലോ അവിടെ. ബിരിയാണി ഉണ്ട്. കുബൂസ് ഇല്ല, ടൂണ ഉണ്ട്. ചപ്പാത്തി പിന്നെ ചിക്കൻ കറി ഉണ്ട്. ഇവളെ ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ്. കഴിച്ചോക്കട്ടെ. ഇത് കൊച്ച്, നേരത്തെ നമ്മൾ കണ്ടത്. ഇത് വൈഫ്. ഇത് വൈഫിൻ്റെ ഫ്രണ്ട് ആര്യ. ഇതവരുടെ ഹസ്ബൻഡ് സുബിൻ.
ഇത് പിന്നെ നമ്മളെ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന റാഫിക. അപ്പോൾ നമ്മുടെ ടീമിലുള്ള ഇത്രയും പേരാണ് എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല ഉപ്പുമാവ്, അതുപോലെ ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഉച്ചയ്ക്ക് നമ്മളെ ഫുഡാണ് കേട്ടോ ഇവിടെ. അത് ബിരിയാണി അത് നമ്മൾ ഉച്ചയ്ക്ക് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ബസ് അവിടെ വെയിറ്റ് ചെയ്യും. അവർ വന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ഇതിലാ വന്നത്? കടലത്തത് കയറി, അത് സൂപ്പറായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് കറങ്ങട്ടെ, ചുറ്റിക്കറങ്ങട്ടെ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും ഞാൻ അഭിപ്രായം പറയാം. ഞങ്ങൾ കുവൈത്തിൽ വന്നിട്ട് ആദ്യത്തെ ട്രിപ്പാണിത്. നന്നായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കാഴ്ചകളൊക്കെ കണ്ടുപോവാം. ഫസ്റ്റ് ടൈം ആയിരുന്നു കടലിലേക്കൂടെ ഇങ്ങനെ ഒരു യാത്ര. നല്ല രസമുണ്ടായിരുന്നു, നല്ല അനുഭവമാണ്. ഇനി ബാക്കിയും കൂടി കണ്ടിട്ട് പറയാം. ഓക്കെ. കുറേ നാൾക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു ഫൈലക്ക് ദ്വീപ് കാണണമെന്ന്. അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫെറിയിലൊക്കെ കയറുന്നത്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. തുറക്കുന്നുണ്ടല്ലോ. വാവ്, ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ഒരു മ്യൂസിയം കേട്ടോ. അപ്പോൾ അത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വിചാരിച്ചത്, പക്ഷേ ക്ലോസ് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് കാണിക്കാം. നമ്മൾ കുവൈറ്റ് സിറ്റിയിലെ ഒരു മ്യൂസിയം ഉണ്ടല്ലോ, ഇവിടുത്തെ ട്രഡീഷണൽ മ്യൂസിയം, ആർട്ട് മ്യൂസിയം. അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സംഭവമാണ്, അത്ര വലിയ ഒരു വൈഡായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മ്യൂസിയം. കുവൈറ്റിൽ ഇത്രയും സമയത്തിനുള്ളിൽ, ഇത്രയും കാലയളവിൽ ഭരിച്ച ഓരോ ഭരണാധികാരികളുടെയും ഫോട്ടോ ആണ് കേട്ടോ ഇവിടെ. ഇത് ശരിക്കും ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ്. ക്യാൻവാസ് പെയിൻറ്റിങ് പോലെയാണ് തോന്നുന്നത്. അതെ, ഇത്രയും ആളുകൾ, അവരുടെ പേര്, ഡീറ്റെയിൽ കാര്യങ്ങൾ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ രാജാക്കന്മാരുടെയും ഡീറ്റെയിൽ അറബിയിലാണ്, ഇംഗ്ലീഷിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു റൂമിനകത്ത് ഈ ഫൈലക്ക ദ്വീപിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പുരാവസ്തുക്കളായിട്ടുള്ള സംഭവങ്ങളാണ്. കളിമൺ പാത്രങ്ങൾ, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പഴയ ഫലകങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു പഴയ ഒരു നമ്മൾ ബഹ്റൈൻ മ്യൂസിയത്തിലെ കണ്ട പോലെ പഴയവരുടെ ശവകുടീരം അതുപോലത്തെ ഒരു സ്ട്രക്ചറാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ റൂമിലുള്ളത്. ഇവിടുന്ന് കണ്ടെടുത്തിട്ടുള്ള കല്ലുകൾ, അതുപോലെ തന്നെ ഡയമണ്ട്സ്, അങ്ങനെ ഡയമണ്ട്സ് അല്ല, മുത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ ഒരു റൂമിൽ ഇവിടെ ഇവർ പണ്ട് കാലഘട്ടങ്ങളിൽ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിച്ച തോക്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പണ്ട് ഇവർ വേട്ടയാടിയിട്ടുള്ള മൃഗങ്ങൾ, അതുപോലെ പക്ഷികൾ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സംഭവം ശ്രദ്ധിച്ചോ, നമ്മുടെ പഴയ സ്വിച്ച് ബോർഡ്, അതായത് ലൈറ്റിൻ്റെ സ്വിച്ചുകളാണ് കേട്ടോ ഇത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, പഴയ ഒരു ടൈപ്പ് ഫാൻ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ പണ്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ കുവൈറ്റിലും ഫാനുകളൊക്കെ അവർ യൂസ് ചെയ്തിരുന്നു. പിന്നെ അവിടെ ദൂരെ ഒരു കിണർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മരം ശ്രദ്ധിച്ചോ, ഇത് ആൽമരമാണ് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ആൽമരം. ഇതാണ് ഞാൻ പറഞ്ഞ കിണർ കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ കപ്പികളൊക്കെ ഉപയോഗിച്ച് പണ്ട് മുതൽ ഇവരുപയോഗിച്ചിരുന്ന കിണർ. വെള്ളമൊന്നുമില്ല, അതിനകത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ട്, ഒരു തൊട്ടി അതിനകത്ത് കിടപ്പുണ്ട്. ഈ ഒരു കപ്പിയുണ്ടോ, അടിപൊളി വുഡ്. ഇതിവിടെ ഈ മരുഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ട്രോങ് ടൈപ്പ് ഒരു വുഡാണ് കേട്ടോ. ഇത് നമ്മുടെ മെയിൻലാൻഡിൽ സാൽമിയ ഭാഗത്തൊക്കെ ഒത്തിരി ഉണ്ട് ആ മരം. ഇവിടെ സീ റൂം എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ റൂമുണ്ട്.
ഇതിനകത്ത് ഇവർ പണ്ട് ഉപയോഗിച്ചിരുന്ന ഫിഷിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ബോട്ടുകളില്ലേ, ബോട്ടുകൾ, എന്താണ് പായ്ക്കപ്പലുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അന്ന് അവരിതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഓരോ ബൈനോക്കുലർ അങ്ങനെയുള്ള സാധനങ്ങൾ. ഈ ഒരു സംഭവം ഉണ്ടോ, നെറ്റ്, ഫിഷിംഗ് നെറ്റ്, പണ്ട് ഇവർ ഉപയോഗിച്ചിരുന്ന ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന നെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കയറ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പ്രാചീന ആളുകൾ ഉപയോഗിച്ചിരുന്ന അന്നത്തെ ഒരു രീതിയിലുള്ളൊരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൻ്റെ ഒരു മാതൃക ആയിരിക്കില്ല, പണ്ടത്തെ ഒറിജിനലിനായിരിക്കാൻ സാധ്യത. കണ്ടോ?